ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയാ സ്റ്റോറീസ്. അപ്പോൾ നമ്മളെ കാശ്മീരത്തെ രണ്ടാമത്തെ ദിവസമാണ്. നമുക്ക് ഇന്ന് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഇന്നലെ നല്ല വൈകിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ നീക്കാൻ വൈകി, അപ്പോൾ ആകെ ഓടിപ്പാഞ്ഞ് ബസ് കയറി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മളെ ആപ്പിൾ ഗാർഡന്റെ ഫ്രണ്ടിൽ അല്ലേ. ഫ്രണ്ടിൽ നിർത്താന്ന് വെച്ചാല് അതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. നമ്മളെ ഷെമീറാക്ക, നമ്മളെ പാക്കേജിന്റെ ഷെമീറാക്ക നമ്മളെ ഇപ്പം 3 ദിവസമായി നമ്മളെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ വീഡിയോസും പെട്ടെന്ന് എടുത്ത് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് തരാൻ നമുക്ക് ഒരാളുണ്ട് ബാസില്. ചെറിയൊരു ടപ്പ സാധനങ്ങൾ അത് ആരും എല്ലാരും ഈ ചെക്കന്മാരെല്ലാരും ഓരോ സ്വന്തം പരിപാടിയിൽ നോക്കുമ്പോൾ ഓനോന്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തോണ്ട് സെറ്റപ്പ് ആക്കി നമുക്ക് തരുന്നതാണ്. അപ്പൊ ഓർക്ക് ചെറിയൊരു ഗിഫ്റ്റ്, ഹോളിഡേസിന്റെ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ആർക്കും അറിയില്ല, സർപ്രൈസ് ആണ്. ഹോളിഡേസിന്റെ വക ബാസിലൊരു ഗിഫ്റ്റ് ഉണ്ട്, പ്രോത്സാഹനം. അത് നമ്മള് സർപ്രൈസ് അല്ലേ? സർപ്രൈസ് ആണെന്ന് അറിയില്ല, നമുക്ക് പോവാം. ബാക്കി അതെ, നമ്മളത് പൊട്ടിക്കാൻ പോണ ആപ്പിൾ ഗാർഡൻ ആണ്. നമ്മുടെ ഫസ്റ്റത്തെ സൈറ്റ് ആണ് ആപ്പിൾ ഗാർഡൻ. ഇന്ന് സർപ്രൈസ് ആവും, എല്ലാ സർപ്രൈസ് ആവും, എല്ലാരും സർപ്രൈസ്, നമ്മളെല്ലാം സർപ്രൈസ് ആവും. പിന്നെന്താരോ നമ്മളെ പൊളിക്കല്ലേ, അല്ലാ മൈക്ക്. പിന്നെ ഇന്നലത്തെ സ്റ്റോറീസും കാര്യങ്ങളൊന്നും എത്താൻ ഇന്നലത്തെ നമ്മൾ വിചാരിച്ചപ്പോൾ നിന്നിട്ടില്ല. ഒരു 1/2 മണിക്കൂർ ലെങ്ത് ഉള്ള വ്ളോഗ് വീഡിയോ ആണ്. നമ്മൾ പ്രിപ്പയർ അല്ലാത്തതുകൊണ്ട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മൈക്കും കാര്യങ്ങളൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് നമ്മുടെ അടുത്ത് മൈക്ക് ഉണ്ട്, ഫുൾ സെറ്റപ്പ് ആണ്. അപ്പോ ഞങ്ങൾ ഇതാ ആപ്പിൾ ഗാർഡനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ്, ആദ്യം നമുക്ക് ആപ്പിൾ ഗാർഡൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാവരോടും കൂടാൻ പറയും, ടീച്ചേഴ്സ് ഒക്കെ. അപ്പൊ നമ്മള് സർപ്രൈസ് പൊട്ടിക്കാൻ പോവാണ്. എല്ലാരും ഇവിടെ ഒരുമിച്ച് കൂടി. എല്ലാരും എന്താണ് ബാസിലിന്റെ സർപ്രൈസിന് വേണ്ടി സർപ്രൈസ് ആവുന്നാണ് തോന്നുന്നത്, അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയൊരു വിവരം. അപ്പൊ എല്ലാരും ഉണ്ട്. നമ്മളെ നിങ്ങളെ ഈ ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ആകെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതിനുള്ളില് നല്ല കിഡിലനായിട്ട് ഒരു 10 റീല് ഈ ഒരു സമയം കൊണ്ട് നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കി തന്ന അതിലൊന്ന് 2 റീലുകൾ ഇപ്പൊ ഓൾറെഡി വൈറലായി കഴിഞ്ഞു നമ്മുടെ പേജില്. ഒരുപാട് ഷെയറുകളൊന്നും ഇവിടെ. അതിനിപ്പോ എല്ലാ ക്രെഡിറ്റും വാസിലിനാണ്. അപ്പൊ വാസിലിന്റെ ഗിഫ്റ്റ്. അപ്പൊ അതുപോലെ തന്നെ ബാക്കി പറഞ്ഞോ. ബാക്കി ഇപ്പോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാ മൊമെന്റ്സും ഒരു വ്ലോഗ് പോലെ നമ്മളെ മുന്നിലേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മള് സിയാദിന് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മള് റൊണാക്കിന് വിളിക്കാൻ. സത്യം ഗൈസ്, ഞാൻ ബാസിലിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സെറ്റപ്പിൽ ഞാൻ നിൽക്കാണ്. ശരിക്കും സർപ്രൈസ്. ഇത് ശരിക്കും സർപ്രൈസ് ആയില്ല, അത് കുറച്ച് മുന്നേ അറിഞ്ഞിരുന്നു. സർപ്രൈസ് ഇതിന്റെ ചെറിയൊരു അപ്പൊ ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഇവിടെ സമർപ്പിക്കാണ്. അപ്പൊ ഇത് സുഹൃത്തുക്കൾക്കല്ല, ഇത് ഈ പേരെ കൊണ്ടുപോകണം. ഇത് ഞാൻ പേരെ കൊണ്ടുപോകും. ഡ്രൈ ഫ്രൂട്ട്സ് സുഹൃത്തുക്കൾക്കും സിയാ സ്റ്റോറീസിന്റെ പ്രേക്ഷകർക്കും ഉണ്ടാവും. എല്ലാരും അടിച്ചു പോയിക്ക, സെറ്റാക്ക, ട്രിപ്പ് മാക്സിമം എൻജോയ് ചെയ്യാ, സെറ്റാക്ക, അടിപൊളി. ഷമീർക്ക അടിപൊളിയാണ്, എങ്ങനെ അടിപൊളി, നൈസ്. ഷാഫിനെ പറ്റി പറയാണ്ടോ, അടിപൊളിയാണ്. ഉള്ളത് പറയാലോ. ഇവരാ ഷാഫിക്കാണെങ്കിലും ഷമീറാക്കാണെങ്കിലും
പുറത്തുനിന്ന് ഒരാളെ മാതിരി നമ്മളോട് നിന്നിട്ടില്ലല്ലേ നമ്മളെ കൂട്ടത്തിലുള്ള എമിറാക്കാരെ നമ്മള് പണ്ടേ അറിയാം അതേ രീതിയിൽ തന്നെ നമ്മള് മനുഷ്യന് പച്ചപ്പാവം അവിടെ പറയാണ് ഈ മുത്തുമാണി നമ്മളെ കൂട്ടത്തിലുള്ള കാക്ക എങ്ങനെയാണ് ഒരു ക്യാമ്പല്ല ഒരു ട്രിപ്പ് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത് കറക്റ്റ് ആൾക്കറിയാം. അതെ 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 ഹാപ്പി ഹാപ്പി നിങ്ങള് ആപ്പിൾ ഗാർഡിനെ കുറിച്ചിട്ട് പറഞ്ഞു. നമ്മളിപ്പോ നമ്മളെ പിള്ളേരായിട്ട് ആപ്പിൾ ഗാർഡനിൽ എത്തിയേക്കാണ്. ആപ്പിളിന്റെ സീസണൊക്കെ കഴിഞ്ഞാണ്. പക്ഷെ നമ്മള് തെരഞ്ഞു പിടിച്ച് അത്യാവശ്യം ആപ്പിളൊക്കെ കുറച്ചൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തിക്കണേ നമ്മള്. ഫോട്ടോ കിച്ചിനൊക്കെ ഇല്ലേ ഫോട്ടോ എടുക്കാനും. ആപ്പിള് പറിക്കൽ ഹറാമ് തന്നെ, ചോദിക്കാതെ ആപ്പിൾ പറിക്കൽ ഹറാമ് തന്നെ. അതൊക്കെ റാമീസാണ്, ഒക്കെ ആപ്പിൾ. ആപ്പിളെവിടെ എവിടെ പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കാൻ എന്നാ നമുക്ക് തരഞ്ഞു ഗൈസ്. ആപ്പിള് നിലത്തെടുക്കുന്നുണ്ട്, കാണിച്ചരാ. ആപ്പിളേ ഒരു കടിയടിക്കും നമ്മളെ തൽക്കാലം നമ്മളെ ആൾക്കാർക്ക് വേണ്ടിട്ട് ചീഞ്ഞതാണെങ്കിലും വേണ്ടില്ല, നഷ്ടാവില്ല നമുക്ക്. കണ്ടന്റ് വൈറലാട്ടെ, കണ്ടന്റ് വൈറലാട്ടെ. കണ്ടന്റ് വരാൻ വേണ്ടി ആപ്പിൾ കഴിക്കണേ കുഴപ്പമില്ല. നമ്മുടെ ആപ്പിളൊക്കെ സീസൺ കയറി കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോ ഇവിടെ എന്തോ ഔട്ട്ഫിറ്റ് ചെക്ക് ആണ് നടക്കണോണ്ട് ഇതിൽ നമ്മളും പങ്കെടുക്കും പോയിട്ട്. ഫിറ്റ് ചെക്ക് ഇനിയും കൂട്ടേ ഞാനുണ്ട്. അപ്പൊ ഗൈസ് ഫിറ്റ് ചെക്ക് കഴിഞ്ഞിട്ട് ബാക്കി വിഷ്വൽസ് നമ്മൾ പകർത്തുന്നതാണ്. അപ്പൊ ഗൈസ് നമുക്ക് എന്താണ് ആപ്പിള് പൊട്ടിക്കാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കണ്. ഇവിടെ ആപ്പിളൊക്കെ തീർന്നിങ്ങനെ, ഏകദേശം ഓൾമോസ്റ്റ് ഒക്കെ തീർന്നിങ്ങനെ. അപ്പൊ ഇവിടെ ഇനി കുറച്ച് ആപ്പിളൊക്കെ ഉണ്ട്. അപ്പൊ മരം തപ്പി പിടിച്ചിട്ട് നമ്മളോട് കണ്ട പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മള് ആപ്പിൾ പൊട്ടി അതിനെ ഇതിമുണ്ട് കയറി ഇതിമ കയറി പൊട്ടിക്കും. ചെറുതല്ലേ വലുതാണ് കേട്ടോ. ഈ ആപ്പിളാണ് ഈ ആപ്പിൾ. ഇത് പിടി, ഞാൻ കയറാം. മച്ചാ പറ്റല്ല ആപ്പിൾ പൊട്ടുവോ? മച്ച അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആപ്പിൾ മരത്തുമെന്ന് ആപ്പിൾ പറിച്ചു. ഇനി ദിമ 3-4 സുഖാതിരിക്കട്ടെ. 10 മിനിറ്റ് ഇമേ കേറാൻ സുഖാടാ. ഈ സാധനം ഒരു ചെറിയ ആപ്പിളും കൂടി ഉണ്ട്. 2 ആപ്പിള് ഇത് ചെടുത്തോ. അപ്പൊ ഗൈസ് നമ്മൾ ആപ്പിൾ പറിച്ചു. കഴുകാൻ കുഴപ്പമില്ലല്ലോ, മാക്സിമം തുറക്കാം. നമ്മൾ പൊട്ടിച്ച ആപ്പിളാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. കിട്ടില്ല. പ്രശസ്ത ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ നൂറ അയ്യൂബ് തനിച്ച് ആപ്പിൾ ഗാർഡനിലൂടെ നടക്കുന്നു. നൂറ അയ്യൂബ് സിയാദ് സ്റ്റോറീസത്തെ ഒരു പ്രേക്ഷകയാണ് ഞാൻ. വളരെ നല്ലൊരു അക്കൗണ്ടാണ്. പക്ഷെ 100 ഫോളോവേഴ്സേ ഉള്ളൂ. പക്ഷെ നമ്മളത് മാറ്റിയെടുക്കും, നമ്മളത് വലുതാക്കി എടുക്കും. അതിനുള്ള കണ്ടന്റ് സിയാദ് സ്റ്റോറീസിൻ്റെ കയ്യിലുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് കണ്ടന്റ്സ് വരും. അത്ര കഴിവില്ലെങ്കിലും കുറച്ച് കഴിവുള്ള ആളാണ് സിയാദ്. താങ്ക് യു. ഇത് കേട്ടില്ല. താങ്ക് യു. അപ്പോൾ അഭിജിത്തെ എങ്ങനെയുണ്ട് ആപ്പിൾ ഗാർഡൻ എക്സ്പീരിയൻസ്? ആപ്പിൾ ഗാർഡൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ആപ്പിൾ ഗാർഡനിൽ ആപ്പിളില്ല, നമ്മൾ സീസൺ കഴിഞ്ഞിട്ട് വന്നത്. ആപ്പിൾ ഉണ്ടാ മടുത്ത്
നല്ല ഇനിയും വരും കൊള്ളാം. ഇനിയും വരും. മധുരം ഉണ്ടല്ലേ? ഇനിയുണ്ട്. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്ഥലങ്ങളൊക്കെ നൈസാണ്. നൈസാ. അപ്പോ നമുക്ക് അടുത്ത ആൾക്കാരോട് പോയി ചോദിച്ചു നോക്കാം. ഇവിടെ കാര്യമായിട്ട് ഫോട്ടോ എടുക്കലാണ്. ആപ്പിൾ ഗാർഡൻ എങ്ങനെയുണ്ട്? പുള്ളി ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കടിച്ചതിന്റെ ടേസ്റ്റ് ഇതുവരെ കിട്ടാത്ത ആപ്പിളിന്റെ ടേസ്റ്റ് ആണ്. പക്ഷെ ആപ്പിൾ ഇല്ലല്ലോ ഇവിടെ. ആപ്പിൾ ഇല്ല. ജ്യൂസി തണുപ്പിന് കട്ടി പുളി എന്നൊക്കെ പറഞ്ഞാൽ മധുരത്തിന് മധുരം. പക്ഷെ ആപ്പിൾ മാത്രം ഇല്ലാന്നുള്ളൂ. ആപ്പിൾ മാത്രല്ല, ആപ്പിൾ അച്ചാറുണ്ട്, ആപ്പിൾ ആപ്പിൾ ജ്യൂസ് പേരിന് ഉണ്ട്. 1-2 ഉണ്ട്. അതിനൊക്കെ വന്നപ്പോ തുടങ്ങിയ ചേച്ചി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു ആപ്പിൾ നിൽക്കൂലേ ഈ നേരം കൊണ്ട്? ആപ്പിൾ ജ്യൂസ് ഉണ്ടോ? വെള്ളം പാരാതെ പാല് പാരാതെ ജ്യൂസ്. ഒതന്റിക് ജ്യൂസാ? മസ്റ്റ് ട്രൈ ആയിട്ട്. പേരും സാധനം. അത് റെഡ് ആപ്പിളിന്റെ ജ്യൂസ് തന്നെ കുടിക്കണം കേട്ടോ. ഗ്രീൻ ആപ്പിളിന്റെ ഒരു മുന്തിരി ടേസ്റ്റ് ആണ്. മൈക്ക് പോകും. അപ്പൊ എല്ലാരും മുന്തിരി ജ്യൂസ് പോയി കുടിക്കട്ടോ. അപ്പൊ ഞങ്ങള് ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാണ്. ഒറ്റ മൈൻഡ് ആപ്പിൾ ജ്യൂസ്. അതെ അതെ, കമോൺ. റെഡ് ആപ്പിളിന്റെ ജ്യൂസ് തന്നെ കുടിക്കണം പറഞ്ഞു കേട്ടോ. റെഡ് ആപ്പിൾ നല്ലൊരു ക്ലൈമറ്റ് അല്ലേ? പക്ഷേ എവിടെയാണ് ആപ്പിൾ ജ്യൂസിന്റെ കട? നിങ്ങളുണ്ടോ? എവിടെ കിട്ടിയ സംഭവം? പോകാണ് ഞങ്ങൾ, പോകാണ് ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ പോകാണ്, കശ്മീരിലൂടെ പോകാണ്, ആപ്പിൾ തോട്ടത്തിലൂടെ പോവാണ്. ആപ്പിളുണ്ട്, മരമുണ്ട്, ഞാനുണ്ട്, ആശിമുണ്ട്, ഞങ്ങള് 3 പോകാണ് ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ, അഭിപ്രായം പറയാന് പോവാണ്. ഇവിടെ കിട്ടുക തോന്നുന്നുണ്ട്. ഒരാളിങ്ങനെ നിൽക്കണ്ട്. ആപ്പിൾ ജ്യൂസ് कितना 50 per juice. ഹോട്ട്സ്പോട്ട് അവൈലബിൾ? ഹോട്ട്സ്പോട്ട് ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ്. ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ നമ്മളെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് എത്തട്ടെ. വീഡിയോ എടുത്തോ? നമ്മളെ ആപ്പിൾ ജ്യൂസ് മേക്ക് ചെയ്യുന്ന വീഡിയോ തിരക്കിലാണ്. തികച്ചും ഞാൻ പറയട്ടെ ജിയാദെ, ഇവിടെ ആപ്പിൾ ജ്യൂസ് കുടിക്കണതിന് ഒരു കാരണം എന്താ വെച്ചാൽ തികച്ചും ഒതന്റിക് ആണ്. പിന്നെ അതുകൂടെ എന്താ വെച്ചാൽ ഇലക്ട്രിക് മെഷീൻസ് ഒന്നുമല്ല, സാധാ ഒരു കൈ കൊണ്ട് കറക്കിങ്ങാണ്ട് ഉണ്ടാക്കണ ആ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. പ്യുവർ ജ്യൂസ് ആണ്. കറക്റ്റ് അതിന്റെ ആ ഒരു നീര് ഗ്രൈൻഡ് ചെയ്തിട്ട് തീൻ അപ്പൊ വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. ഇവിടുത്തെ ആപ്പിള് നമ്മള് നാട്ടിൽ നിന്ന് ആക്കണ പോലെ ഒന്നുമില്ല. അത് നാട്ടി കൊടുത്താ भैया तुम्हारा नाम? फारूक अहमद. ഫാറൂഖ് അഹമ്മദ് ഖാന്റെ ജ്യൂസ് കടയിലാണുള്ളത്. नेचुरल ज्यूस, नो मिक्सचर, नो वाटर, नो आइस, प्योर एकदम प्योर. ഇവിടുത്തെ ആപ്പിളൊക്കെ നമ്മള് നാട്ടിൽ നിന്ന് കഴിക്കണ ആപ്പിളേ അല്ല. ഇവിടുന്ന് കഴിക്കുമ്പോ ആ ഒരു തണുപ്പും ആ പൊടി ആ മധുരവും ആ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ആപ്പിള്. പ്യുവർ ആപ്പിൾ ജ്യൂസ് ഈ ആപ്പിൾ വെക്കുന്നത് കേട്ടോ. അതായത് ശ്രദ്ധിച്ച് ബക്കറ്റിൽ വെള്ളത്തിൽ നിറച്ചിട്ടാണ് ഈ ആപ്പിൾ ഇട്ട് വെക്കുന്നത് താഴത്ത്. അപ്പൊ അതെനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ റിഫ്രഷ്നെസ് അപ്പോഴും ഉണ്ടാവും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരു നമുക്കല്ലോ. എന്തായാലും ഇന്നലത്തിലേറെ തണുപ്പ് ഇനി ശമനുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞു പാൽഗാം ഭാഗത്തേക്ക് പോകുമ്പോ തണുപ്പ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മള് ഗുൽമാർഗിലൊക്കെ പിടുത്തം വിട്ട തണുപ്പേനു. നമ്മള് ഇന്ന് പിന്നെ വലിയ തണുപ്പില്ല. ഇന്ന് നോർമൽ ഗ്ലൗവും കൂടി ഇട്ടിട്ടില്ല. ഒരു ഊട്ടി തണുപ്പ്, ഈസി തണുപ്പ്. റൊണാക് ഭായി വരുന്നുണ്ട്. 4 ഗ്ലാസ് ചാറോ പാഞ്ചോ ഒന്നും ചെയ്യില്ല. 4 കുടിച്ചു നോക്കാം. പെർ ഗ്ലാസ് 50 റുപ്പീസ്. ആളുമ്മ 1. ആദ്യം ഒന്ന് കുടിക്കേ. മൂപ്പര് ഇപ്പൊ തന്നെ കുഴങ്ങുന്നു തോന്നുന്നു. കാരണം അത്രക്കും റിസ്ക് പിടിച്ച ജോബാണ്. ഐ തിങ്ക് സോ. പക്ഷേ സംഗതി രസായി. അപ്പോ ആകെ ഒരാളുള്ള ഈ കടയിൽ. അപ്പൊ മൂപ്പർക്ക് അതിൻ്റെതായ എന്താണ്
തിരക്കുണ്ട്, ആൾക്കാർ വരുമ്പോൾ പോലെ ഡീൽ ചെയ്യണം, ജ്യൂസ് ഉണ്ടാക്കി തരണം, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതെന്താ ജാമ ഉണക്കെ? നമ്മളേ മറ്റേ ഇമ്മിലി മുട്ടയില്ലേ ഉറുപ്പിന്റെ അല്ലേ, 50 സെന്റ് സാധനം. സാധനം കിട്ടില്ല കേട്ടോ. നമ്മളെ ഈ മിനിമുട്ടേനെ കറക്റ്റ് ആ ടേസ്റ്റ് തന്നെ. ആ ചെറിയ പാക്കൽ ഇട്ടൂല നമുക്ക് 50 പൈസക്ക്, അതാണ് ₹1 2 കിട്ടണേ. അതാണ് അതേ സെയിം ടേസ്റ്റ്. ജ്യൂസ് റെഡി ബൈ. നോ ഷുഗർ, No added sugar, no ice, no other preservatives. പ്യുവർ ജ്യൂസ്, പ്യുവർ ആപ്പിൾ ജ്യൂസ്, വേറൊന്നുമില്ല. നമ്മള് ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ പോവാണ്. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. Apple juice കുടിക്കോ? കുടിച്ചിട്ട് റിവ്യൂ പറയും. അവന്റെ തണുപ്പുണ്ടോ? അപ്പോൾ ഇറങ്ങി പോണ അറിയണേ. ആദ്യം തന്നെ ഞാൻ മൂന്ന് സാധനം പറഞ്ഞ എന്തൊക്കെ എന്തരോ, ഇത് ചിലപ്പോ നമ്മളെ ആപ്പിൾ വാങ്ങിക്കൊണ്ടായി ഉണ്ടാക്കിയാൽ നടക്കൂല. ഇത് ഇവിടെ വന്ന് പറിച്ച് ഓര് ഉണ്ടാക്കി തരണം. നിങ്ങൾ കുടിച്ചോ. ആദ്യം തന്നെ നമുക്ക് ക്യാമറമാനായ ജിയാദിന് ഒരു സിപ്പ് കൊടുക്കാം. നീയാണെന്ന് കുടിച്ചിട്ട് എന്തല്ല 50 രൂപ മതി. ഈ സാധനത്തിന്റെ ഷാമ്പൂ പോട്ടക്കല്ലേ ഞങ്ങൾ പോട്ടെ. ഞാൻ മുടിയാ കുടിച്ചേ. ഉള്ളത് പറയാലോ, നൈസ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഫ്രീസർ ഒന്നുമില്ല, പക്ഷെ റീഫ്രഷിങ് 100% അല്ലേ? സത്യമായിട്ടും ഇതൊക്കെ നമ്മള് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം. ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കുക, എങ്ങനെ ഇത് കൺവിൻസ് ചെയ്യിക്കാന്ന് നമുക്കറിയില്ല. അതെ, നമ്മളങ്ങനെ വെറുതെ കത്തടിച്ചു വിടും. സത്യമായിട്ട് ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഫീൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതെ, എന്തായാലും ഒന്നാമത് നമ്മൾ ടൂറിസ്റ്റ് ആളാണ്, നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാ. ലോക്കൽസ് ആണെങ്കിൽ അത്ര പൈസ കൊടുത്ത് വാങ്ങുന്നില്ല. നമ്മൾ 50 കൊടുത്ത് വാങ്ങാറുണ്ട്. നമ്മൾ പിന്നെ ഇങ്ങോട്ട് ആപ്പിൾ പൊട്ടിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാൻ വരില്ലല്ലോ. അതാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംഭവം നൈസായി. എന്താ ഇവിടെ ഒരാള് ആപ്പിൾ ജ്യൂസ് എന്തൊക്കെ അടി വെച്ചു. ആപ്പിൾ പറഞ്ഞു ഏതാ റേഞ്ച്, ഏത് മൂഡ്? ആപ്പിൾ ഇവിടുത്തെ ഗോൾഡൻ ആപ്പിളാണ് നമ്മുടെ ഒരു ഫേവറേറ്റ് ആപ്പിൾ ആയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഉച്ചക്ക് ഇനി ഫുഡ് വേണ്ടെന്നുള്ളതാണ് ഇവരൊക്കെ അഭിപ്രായം. ഇവിടെ ഫ്രീ ആയിട്ട് കുറെ ആളുകൾക്ക് ആപ്പിൾ കിട്ടും. ഗോൾഡൻ ആപ്പിൾ അടിപൊളി ആപ്പിളാണ്. വീട്ടിലേക്ക് വാങ്ങുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ഇവിടുന്ന് 2-3 തരം ജാമുകളുണ്ട്. ആ ജാം, അതുപോലെ ചട്നി, അതുപോലെ തന്നെ അച്ചാറുകൾ, ഇതൊക്കെ വെറൈറ്റിയാണ്. ആപ്പിളിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഫിഗിൻ്റെ ഉണ്ട്. ഫിഗിൻ്റെ ഒക്കെ ഒരു ജാം ഒരു രക്ഷയില്ല, സൂപ്പർ സാധനമാണ്. അടിപൊളി ടേസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടും. ഒന്ന് ഇതിപ്പോ നിങ്ങൾ പൊട്ടിച്ചോടുന്നത് ആണല്ലേ? ഗോൾഡൻ ആപ്പിൾ. ഈ നിക്കണ മഹത് വ്യക്തി 10-25,000 ഇപ്പൊ തന്നെ പർച്ചേസ് കഴിഞ്ഞു. 1 ലക്ഷം ഞങ്ങൾ ടാർഗറ്റ്. 1 ലക്ഷം നമ്മള് കാശ്മീരിന്ന് പോണതിന് മുന്നേ ആക്കും. 1 ലക്ഷം ആക്കൂലെങ്കിലും ഒരു സംഖ്യ നമ്മളാക്കും. ഇപ്പൊ തന്നെ 10-25,000 പർച്ചേസ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളൂ. തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് അത് അതിന്റെ റിയൽ ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റിയല്ലോ. നമ്മൾ അവിടെ നിന്ന് ആപ്പിള് പർച്ചേസ് ചെയ്യലല്ലേ. മിസ് ആദ്യമായിട്ടാണ് ഇപ്പൊ ആപ്പിൾ തോട്ടം കാണുന്നത്. തോട്ടം ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഇവിടുന്ന് കഴിക്കുമ്പോ അതിന്റെ നല്ലൊരു ടേസ്റ്റും തോന്നുന്നുണ്ട് ഇവിടെ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മള് BCA-കാരൊപ്പമുള്ളൊരു എക്സ്പീരിയൻസ് ട്രിപ്പ്? കുഴപ്പമൊന്നുമില്ല. കുറെ ബാച്ചുകൾ നമ്മൾ പോയതാണല്ലോ, പ്രശ്നമൊന്നുമില്ല. നല്ല ബാച്ചാണ്. നല്ല അപ്പൊ മിസ് ഒരുപാട് ബാച്ചുകളുണ്ട്. നമ്മളെ HOD ആട്ടോ ഷഹനാസ് മിസ്. ഒരു പാവം
ടീച്ചർ കണ്ടോ ആ ചിറി, നിഷ്കളങ്കമായ ചിറി, അതാണ് നമ്മൾ തളർത്തി കളയണത്. അപ്പോൾ മിസ് ഒരുപാട് കുട്ടികളെ നമ്മളെ മാതിരി കണ്ടിരിക്കണം. അതുകൊണ്ട് മിസ്സിന് നമ്മളെയും വലിയ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ പിന്നെ കോളേജിലേക്ക് പോവാത്തതുകൊണ്ട് നമ്മളെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്താ പറയണ്ടേ? ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ ക്യൂട്ട്നെസ് മയിലിട്ട് പോയിട്ട് കാര്യമില്ല, സംസാരിക്കണം. കാശ്മീരിലാണ് എന്താ ആപ്പിൾ തിന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കേണ്ട ആവശ്യം എന്തായാലും ഇനി വരില്ല. അത്രയും തോന്നുന്നു. പിന്നെ നല്ല അടിപൊളി ജ്യൂസ്. നമ്മുടെ നാട്ടിലൊക്കെ ആപ്പിൾ ജ്യൂസ് എങ്ങനെ ഉണ്ടാവുക? പാല് മധുരമൊക്കെ ഇട്ടിട്ടല്ലേ. ഇവിടെ എന്താ ഫ്രഷ് ആപ്പിളിന്റെ നീര് മാത്രം. വാങ്ങണമെങ്കിൽ വാങ്ങാം. ഞാൻ അച്ചാർ ടേസ്റ്റ് ചെയ്തു. ഇൻഷാല്ലാ. അപ്പൊ ഗൈസ് നമ്മൾ പറ്റുകയാണെങ്കിൽ ആപ്പിൾ വാങ്ങും. നമ്മളെ മച്ച എത്തിയിട്ട് മച്ച എന്നെ സർപ്രൈസ് ആക്കി. സത്യം പറയാ, ഫോട്ടോ എടുക്കാൻ വേണ്ടി ആപ്പിൾ തോട്ടത്തിൽ എവിടെ 5 ഷർട്ട് ഊരിട്ടു. ആണോ? അത് തരുന്നു. ഇപ്പൊ നോക്കുമ്പോ എല്ലാ മരം ഒരേപോലെ. ആപ്പിൾ വാങ്ങില്ല നമ്മള്. എത്ര? 200? 200 80 ഗോൾഡൻ 80 ഇത് നാട്ടിൽ എത്തുമ്പോ എത്ര ഉണ്ടോ? നാട്ടിൽ എത്തുമ്പോ എങ്ങനെയും 300 സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കണം. അപ്പോ ഇത് നമ്മള് എന്തായാലും ഇത് നമ്മളെ നാട്ടിൽ എത്തും തോന്നില്ല. ഇത് നമ്മള് ബൽഗാമക്ക് എത്തൂല. അപ്പോ എല്ലാരും ആപ്പിൾ തോട്ടം എന്താണ് എക്സ്പ്ലോർ ചെയ്യണ തിരക്കിലാണ്. സംഭവം രസാട്ടോ, രസം. നമ്മളിങ്ങനെ വന്ന് ഇതൊക്കെ ഒന്ന് കാണാം. അല്ലാതെ നമുക്ക് കിടിലും ഭയങ്കര സംഭവമാക്കാനൊന്നുമില്ല. അതവിടെ ആപ്പിൾ പൊട്ടിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കിയാൽ കാണില്ല. ഞാൻ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് നിന്ന് കാണിച്ചു തരാം. യൂട്യൂബർ? യെസ്, ബ്ലോഗർ. ID? It is Ziad Stories, new YouTube channel. യെസ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭയങ്കര ടോപ്പായിട്ട് നമുക്ക് കൂടുതൽ നേരം അവിടെ വർത്താനം പറഞ്ഞു നിൽക്കാൻ പറ്റൂല, അടി പോവും. ഇപ്പം തന്നെ എങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് കുടുങ്ങിയതാണ്. അവരോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ കുടുങ്ങി. ഒരാളോട് ആദ്യം മലയാളം പറയാൻ പഠിക്കണം. അനുസരിച്ച് അവിടെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. വാങ്ങില്ലേ? ഒന്നല്ല രണ്ടല്ലോ ആപ്പിൾ വാങ്ങില്ലേ? ആപ്പിൾ ഇനി വാങ്ങാൻ പറ്റൂല, കാരണം നമുക്കുള്ള കഴിക്കണ ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സ്റ്റോക്കാ. ഫുള്ള് പോക്കറ്റിലൊക്കെ അവിടെ അപ്പുറത്ത് 80 ഉറുപ്പിക കൊടുത്ത് തൂക്കം വാങ്ങണ്ട്. ഇവലൊക്കെ ഏതാ ടീം അറിയോ? ഇവര് പോക്കറ്റ് നിറച്ചിരിക്കണ ഇവിടുന്ന് തന്നെ. അവിടെ കച്ചവടം നടക്കണ്ട്. നിങ്ങൾ അടിച്ചിട്ടോ വലിയ. ഇതിന്റെ ഗിഫ്റ്റ് അല്ലേ? അപ്പൊ ഇന്റത് എവിടെ? ഗൈസ് എനിക്ക് ഗിഫ്റ്റ് കിട്ടി. അത് ഞാൻ അപ്പൊ പിന്നെ അതെ ഒയാസിസ് ഹോളിഡേയ്സിന്റെ ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടി. പിന്നെ നോക്കട്ടെ, കാണിച്ചാ ഗിഫ്റ്റ് നോക്കട്ടെ. ഇതില് ഇതിന്റെതാണേ. ബാസിലിന്റെ വേറെ ആണല്ലോ. ഇത് ഞാനല്ല, എനിക്ക് കവർ. ആരുതായാലും ഒക്കെ നമ്മള് തന്നെ അല്ലേ. ഞാൻ ആപ്പിളിനെ കുറച്ച് ക്ലോസ് റേഞ്ച് വിഷ്വൽസ് കാണിച്ചിടാം. എങ്ങനെയാണ് ആപ്പിൾ മരത്തുമ്പോ ഉണ്ടാവുക അല്ലേ? ബ്യൂട്ടിഫുൾ. എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് ഹിന്ദിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിണ്ടല്ലോ മക്കളെ. അപ്പോഴൊന്നും എനിക്കറിയോ ആപ്പിളിന് എന്താ ഹിന്ദിയിൽ പറയാം? ഹിന്ദിയില് എന്താ പറയാ പറയാ പറ്റിയില്ലേ? ഞാളാ നിൽക്കരുത് കേട്ടോ. ആപ്പിൾ ഗാർഡനിൽ വന്നിട്ട് ആപ്പിൾ എന്താ ഹിന്ദി പറയാ? സ്വഭാവം പുറത്തേക്ക് എടുത്തൂലേ? ഇതൊക്കെ തന്നെ വലിയ മലയാളികൾ പറ്റാത്ത ഈ കാരണം മനസ്സിലായില്ലേ? ചെയ്യരുത് എന്ന് പറഞ്ഞാ അതേ നമ്മൾ ചെയ്യുള്ളൂ. ആ കൊറ്റന്മാരുള്ള ഒന്ന് പൊട്ടിക്കരുത് പറഞ്ഞു പൊട്ടിച്ചു. പിന്നെ നമ്മളെ മച്ചന്മാര് വരുന്നുണ്ട്, ജമ്പനും തുമ്പനും. ഡാൻസ് കളിച്ചാ ഡാൻസ് കളിച്ചാ നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു മിനിറ്റ്. അടുത്ത ഡാൻസ്
ആ എന്നാ റെഡി റെഡി 1 വാ ലാസ്റ്റ് അല്ലേ ആ എന്നാ റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഇതാണ് ബാസിമും അജ്നാസും എന്ത് പറഞ്ഞാലും അപ്പം ചെയ്യും, അതിൽ തർക്കൊന്നുമില്ല. ഓൺ ദി സ്പോട്ട് പരിപാടി തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതെ കാണ്ടാമൃഗത്തിലേറെ തൊലിക്കട്ടിയുള്ള രണ്ട് വ്യക്തികൾ. അതെ ബാസിമിന്റെ ഭായിമാരെ അച്ചാലടിക്കാറുണ്ട്. അപ്പൊ നിങ്ങളെവിടെയാ അപ്പൊ ഇത്ര നേരം രണ്ടാണി മാത്രം മിസ്സിങ്? അതെ ഞാൻ എനിക്കാണെങ്കിൽ അതിനുള്ളൊരു വകുപ്പ്, ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുത്ത് ഇങ്ങനെ അന്തം വിട്ട് നടക്കുന്നുണ്ട്. അതെ നമുക്ക് ഒരു 10 കൊല്ലം കാണുമ്പോ വ്ളോഗ് ഇങ്ങനെ കാണാൻ നമുക്ക് ഒരു 10 നമ്മളെ സമീർ ഭായി എങ്ങനെ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ശരിയായ മനുഷ്യൻ അതാണ് ഈ നിക്കണത്. ശരിയായ മനുഷ്യന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ഷമീർ ഒയാസിസ്. കിഡ്നി വേണ്ട നിർത്തൂല. എങ്ങനെ നിർത്താൻ മൂപ്പരൊരു വകുപ്പ് ഉണ്ടാക്കുന്ന നമുക്ക് തോന്നുന്നില്ല. അതെ നമ്മളൊരു ലക്ഷദ്വീപ് പിടിച്ചാലോ നമുക്ക് ആ മൂടുണ്ടോ? ഇൻഷാല്ലാ. അപ്പൊ നമ്മള് ഇവിടുന്ന് പോവാണ്. ആപ്പിൾ ഗാർഡനത്തെ നമ്മളെ സെഷൻ കഴിഞ്ഞു. നമ്മൾ അടുത്ത സൈറ്റിക്ക് പോവാണ്. അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. പിന്നെ ബസ്സിലാണ്. ബസ് കയറി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുക, ഇങ്ങനെ ഇരിക്കാരം ഫോട്ടോസ് നോക്കലും. അല്ല കാര്യമായിട്ട് ബസ്സിൽ പരിപാടി ഒന്നും ഉണ്ടാവില്ല. നേരെ കയറും, ചാർജ് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും കുത്തിയിടും. പിന്നെ എയർ ഡ്രോപ്പും പരിപാടിയും, പിന്നെ ഇവിടുന്ന് എടുത്ത ഫോട്ടോസ് നോക്കുക, അങ്ങനെ ഇങ്ങനെ കേൾക്കാരം. അപ്പോൾ ബസ്സത്തെ ഇത് നമ്മൾ എടുക്കണില്ല ഷോട്ടുകൾ. ഇതാണ് നമ്മളെ ബസ്. എല്ലാവരും പർച്ചേസിങ്ങിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലെത്തുമ്പോൾ ബാക്കി ഷോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഫൈറൂസ് സാറായിട്ട് മുന്നിൽ കാര്യമായിട്ട് എന്തോ പരിപാടി ഉണ്ടാശാൻ. കട വാങ്ങുണ്ടോ ഫൈറൂസ് സാറേ? കട വാങ്ങുണ്ടോ? ഇത് പിടിച്ചാലേ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഷാനേ ബാർഗൈനിങ് കിടിലം ബാർഗൈനിങ് ആണ്. സാറേ ഇത് നിങ്ങൾ പിടിച്ചാലും നിങ്ങൾ പറയുന്നത് കേൾക്കാം. ഇതിന് ഇപ്പൊ നമ്മളിത് 530 രൂപയാണ് ഇതിന്റെ MRP. ഇത് നമ്മൾ 350 രൂപയ്ക്കാണ് വാങ്ങിയത്. പക്ഷെ അസാദ് ടേസ്റ്റ് ആണ്. 300. ഓക്കെ ഇത് 300 प्रॉब्लम नहीं है. അത് 300 രൂപയ്ക്ക് അപ്പം നമ്മൾ വാങ്ങി. പക്ഷെ അസാദ് ടേസ്റ്റ് ആണ്. हाँ इसमें डालो. हो गया 2 ഇത് ഫിഗ് ജാം ये वाला कितना? ये 300 ए लास्ट वीक बोल भाई. लास्ट दिस वन इज 350 on 50. ए नो ഇത് 200 करो. 200 करो भाई. 200 करो. ए यस भाई 200. ये देखो 600 850 850 टोटल 3 पीस. नो 200 भाई. 200 അപ്പോ ഒരു വിധത്തില് മൂപ്പരെ ഒപ്പിച്ച് എന്തൊക്കെയോ കൊറേ സാധനം വാങ്ങിക്കണ്. പിന്നെ ഷഹനാസ് മിസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിസ്സിന് എന്തുണ്ടായാലും അപ്പൊ വാങ്ങണം. ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ മിസ് വാങ്ങും. ഒരു 10-35 ഉറുപ്പ്യക്ക് സാധനം വാങ്ങി കഴിഞ്ഞാണ്. ഇഞ്ഞും ഇങ്ങനെ വാങ്ങും. മിസ്സിനെന്താ ആവാലോ, HOD അല്ലേ, പൈസ ഒരുപാടുണ്ടല്ലോ. ഞാൻ നമ്മളെ ഡ്രൈവറെ കാണിച്ചു തരാം ബസ്സിന്റെ. ബായ്
ഇതാണ് നമ്മളെ ബസ്സിന്റെ ഡ്രൈവർ. തുമാരാ നാം ക്യാ? സാജിദ് ഭായ്. സാജിദ് ഭായ്. സാജിദ് ഭായ്. സാജിദ് ഭായ് ആണ് നമ്മളെ എന്താണ് ജമ്മുന്ന് നമ്മളെ ഏതുവരെ ജമ്മുന്ന് ശ്രീനഗർ വരെ കൊടുന്നതും എന്നിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നതൊക്കെ സാജിദ് ഭായ് ആണ്. ഒരു പച്ച പാവ മനുഷ്യൻ. സാജിദ് ഭായ്, say hi to my friends. Something about us. Something tell about us. आपके बारे में Ah. you are a good boy. പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമുണ്ട്. നല്ല ഗുഡ് ബോയ് എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്. അപ്പൊ നമ്മുടെ ആപ്പിൾ ഗാർഡൻ പരിപാടീസ് കഴിഞ്ഞു. നമ്മൾ നേരെ പെഹൽഗാമുക്ക് പോവാണ്. ഉഷാറല്ലേ? ഇവിടുത്തെ വിഷ്വൽസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യും അല്ലേ? എന്നിട്ട് നമ്മൾ ബാക്കി അവിടുന്ന് ഷൂട്ട് ചെയ്യും. പിള്ളേരൊക്കെ അടിപൊളി കേട്ടോ. നൈസ് വൈബ് ചെയ്യും. കുറെ കോളേജ് നമ്മൾ കൊണ്ടുവരാറുണ്ട്. എല്ലാവരും കൂട്ടന്നെ ആയിരിക്കും, പക്ഷെ ഓരോരുത്തർ അനുഭവങ്ങൾ തരും. സോ മമ്പാട് എന്തായാലും നൈസാണ്. എന്താ നമ്മളെ പറ്റി പറയാള്? നൈസ് അല്ല മുത്തേ, അടിപൊളിയാണ്. അത്രേ ഉള്ളൂ. ഈ ഗ്രൂപ്പിൽ ഞാൻ പറയല ഹാർഡ് വർക്ക് കേട്ടോ. ലൈക്ക് ഈ ക്യാമറയുടെ പിന്നാലെ നിങ്ങൾക്ക് അറിയാം, വ്ളോഗേഴ്സ് പിന്നാലെ കോൺടാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്കറിയാം ക്യാമറയുടെ മുന്നിൽ ലൈഫ് നമുക്ക് നന്നായിട്ട് അറിയാം. സോ ഇവരിലുള്ള ഈ 40-45 ആൾക്കാരുടെ വീഡിയോസ് അത്ര അടിപൊളി റോ ആയി ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിയാദാണ്. അത് എൻജോയ്മെന്റ് എന്തെങ്കിലും കുറവുണ്ടോ? അതുമില്ല. നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ ഗൈസ് നമ്മള് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മളത്.